റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരാളുടെ തൗബ സ്വീകരിക്കൂല. എത്ര വലിയ തെമ്മാടിയാണെങ്കിലും, എത്ര വലിയ ധിക്കാരിയാണെങ്കിലും, എത്ര വലിയ അഹങ്കാരിയാണെങ്കിലും, മലക്കുൽ മൗത്തിനെയും സംഘത്തെയും നേരിൽ കാണുന്ന സന്ദർഭത്തിൽ അവനെല്ലാം മനസ്സിലാകും, എല്ലാം തിരിച്ചറിയും. അവൻ ആ ഹക്ക് സ്വീകരിക്കാൻ അവൻ മുന്നോട്ട് വരും. പക്ഷെ ആ സന്ദർഭത്തിൽ നമുക്ക് എന്തെങ്കിലും സ്വീകരിച്ചതുകൊണ്ടോ, മാറ്റം വരുത്തിയതുകൊണ്ടോ, നമ്മൾ പ്രഖ്യാപിച്ചതുകൊണ്ടോ, അംഗീകരിച്ചതുകൊണ്ടോ നമുക്ക് റബ്ബിൻ്റെ അടുക്കൽ ഇത് ഉപകരിക്കൂല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പം ചെയ്യണം. ഈ ഒരു ബോധ്യം നമുക്ക് എന്നുവെച്ചാൽ ഈ ഒരു ജീവിതം, ഈ നമുക്കുള്ള ഈ കിട്ടിയ ദുനിയാവ്, ഇതൊരു ഗോൾഡൻ ചാൻസാണ്. നമുക്ക് ഈ ഒരു അവസരം കഴിഞ്ഞാൽ പിന്നൊരു അവസരം ഇല്ല. ഈ ഒരു യാഥാർത്ഥ്യ ബോധം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും വേണം. ഇതെന്ത് പറയുന്നത് വെച്ചാൽ, നമ്മളുടെ സമയം, ഈ സമയത്തിനേക്കാൾ നമ്മുടെ കയ്യിൽ വിലപ്പെട്ട മറ്റൊന്നുമില്ല. നമുക്ക് എന്തുപോലും തിരിച്ചു കിട്ടും. സമ്പത്ത് പോയാൽ കിട്ടും, ആരോഗ്യം എന്തുപോലെ നമുക്ക് തിരിച്ചു കിട്ടും. പക്ഷെ നമ്മുടെ സമയം ഒരു ദിവസം നമ്മൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടും എന്ത് കൊടുത്തിട്ടും ആ ഒരു ദിവസം നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. നമ്മുടെ കയ്യിൽ ഏറ്റവും വലിയ സമ്പത്താണ് സമയം എന്നുള്ളത്. ഈ സമയം നമ്മൾ ഒരിക്കലും അതിൻ്റെ പ്രാധാന്യം നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കണം. നമുക്ക് ഒരു സെക്കൻഡ് നമുക്ക് പാഴാക്കാനില്ല, അല്ലേ? ആളുകൾ ടൈം പാസ് എന്നാ പറയാം. എങ്ങനെയെങ്കിലും സമയം തള്ളി നീക്കാൻ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഏർപ്പെടുകയാണ്. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക്, സിനിമ, ഗെയിം, ഇങ്ങനെ ഓരോന്ന് മാറി 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 ഓരോ കാര്യങ്ങളിൽ ഏർപ്പെട്ട് എങ്ങനെയെങ്കിലും അവൻ്റെ സമയത്ത് അങ്ങോട്ട് പാഴാക്കി കളയാം. അങ്ങനെ നമുക്ക് തള്ളി നീക്കി അങ്ങനെ പാഴാക്കി ഒഴിവാക്കി വിടാനുള്ളതല്ല സമയം. നമുക്ക് ഓരോ സെക്കൻഡും നമുക്ക് ആഖിറത്തിലേക്ക് പരമാവധി എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ, മാക്സിമം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ, ഈ ഒരു സമയം കൊണ്ട് എങ്ങനെ കൂടുതൽ പ്രതിഫലം കരസ്ഥമാക്കാൻ പറ്റുമോ അങ്ങനെ അതിനുവേണ്ടി പരിശ്രമിക്കണം. അതെന്താണെന്ന് അന്വേഷിക്കണം. അതിനുവേണ്ടി ആ ഒരു മാർഗത്തിൽ പ്രവേശിക്കുകയും അതിൽ നമ്മളെ കൊണ്ടാകുന്ന രൂപത്തിൽ പരിശ്രമിക്കുകയും ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഈ ദുനിയാവിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നവരാകണം. ഈ സമയത്തിൻ്റെ വില നമുക്ക് കൃത്യമായി ബോധ്യമാണ്.